ഈസി ജോഗ്രഫിയുടെ പുതിയൊരു എപ്പിസോഡിലേക്ക് എല്ലാവർക്കും സ്വാഗതം. കേറ്റഡ് സോഷ്യൽ സയൻസ് കാറ്റഗറി 3ക്ക് വേണ്ടി പ്രിപ്പയർ ചെയ്യുന്നവർക്കുള്ളതാണ് ഇന്നത്തെ വീഡിയോ. ജോഗ്രഫി സബ്ജക്റ്റിലെ മാപ്പ് സ്റ്റഡി എന്ന ടോപ്പിക്കിൽ നിന്നുള്ള 10 ക്വസ്റ്റ്യൻസ് ആണ് ഇതിൽ ഉൾപ്പെടുത്തിയിരിക്കുന്നത്. ആൻസേഴ്സിനോടൊപ്പം എക്സ്പ്ലനേഷൻസ് കൂടി ഉൾപ്പെടുത്തിയിട്ടുണ്ട്. അത് നിങ്ങൾക്ക് വളരെയധികം പ്രയോജനപ്പെടുമെന്ന് കരുതുന്നു. അപ്പോൾ നമുക്ക് ചോദ്യങ്ങളിലേക്ക് പോകാം. First question, the representation of Earth on a flat surface is known as. Options: map, globe, map and globe, none of the above. ഒരു ഫ്ലാറ്റ് സർഫസിൽ എർത്തിനെ റെപ്രസെൻറ്റ് ചെയ്യുന്നതിന് പറയുന്ന പേര്. ഇവിടെ മാപ്പും ഗ്ലോബും എർത്തിൻ്റെ റെപ്രസെൻറ്റേഷൻ തന്നെയാണ്. അപ്പോൾ ഫ്ലാറ്റ് സർഫസിലുള്ള റെപ്രസെൻറ്റേഷനാണ് മാപ്പ്. ഗ്ലോബ് എന്ന് പറഞ്ഞാൽ അത് ട്രൂ റെപ്രസെൻറ്റേഷൻ ഓഫ് എർത്ത് ആണ്. എർത്തിൻ്റെ അതേ ഷേപ്പിലാണ് ഗ്ലോബിൽ കാണിക്കുന്നത്. മാപ്പ് എന്ന് പറയുമ്പോൾ ഒരു ഫ്ലാറ്റ് പേപ്പറിലുള്ള ആ ഒരു റെപ്രസെൻറ്റേഷനാണ്. അതുപോലെ തന്നെ ഗ്ലോബിൽ നമുക്ക് എർത്ത് ആസ് എ ഹോൾ മാത്രമേ കാണിക്കാൻ പറ്റൂ. ഏതെങ്കിലും ഒരു കോണ്ടിനെൻ്റ് ഇല്ലെങ്കിൽ ഏതെങ്കിലും ഒരു കൺട്രി അങ്ങനെ നമുക്ക് ഗ്ലോബിൽ കാണിക്കാൻ പറ്റില്ല. ഗ്ലോബിൽ എർത്തിൻ്റെ മുഴുവൻ ഭാഗവും എല്ലാ ഭാഗവുമായിട്ടാണ് നമ്മൾ ഗ്ലോബിൽ കാണിക്കുന്നത്. പക്ഷേ മാപ്പിൽ ഏതെങ്കിലും ഒരു കോണ്ടിനെൻ്റോ കൺട്രിയോ അല്ലെങ്കിൽ ഒരു ചെറിയ പട്ടണമോ ഗ്രാമമോ മാത്രമായിട്ട് പോലും നമുക്ക് മാപ്പിൽ കാണിക്കാൻ പറ്റും. അതുപോലെ തന്നെ മാൻമെയ്ഡ് ആയിട്ടുള്ള ഫീച്ചേഴ്സും നാച്ചുറൽ ആയിട്ടുള്ള ഫീച്ചേഴ്സും മാത്രമായിട്ട് മാപ്പിൽ കാണിക്കാൻ പറ്റും. അത് മാപ്പിനെ നമ്മൾ പറയുന്നത് 2 ഡയമെൻഷണൽ റെപ്രസെൻറ്റേഷൻ ഓഫ് എർത്ത് ആണ്. ഒരു കർവ്ഡ് ഷേപ്പിലുള്ള ഒരു എർത്തിനെ നമ്മളൊരു ഫ്ലാറ്റ് സർഫസിലോട്ട് മാറ്റുമ്പോൾ കുറേ ഡിസ്റ്റോർഷൻസ് ഏരിയയിലോ അല്ലെങ്കിൽ ഡയറക്ഷനിലോ ഒക്കെ ചേഞ്ചസ് ഉണ്ടാവാം. അങ്ങനെ ഏതെങ്കിലും ചേഞ്ചസ് അങ്ങനെ ഉണ്ടാകുന്നതിനാണ് അതൊരു 2 ഡയമെൻഷണൽ റെപ്രസെൻറ്റേഷൻ ആണ്. അതിന് ഫ്ലാറ്റ് ആയിട്ടുള്ള സർഫസിലുള്ളതാണ്. അതിനാൽ അതിനെ 2 ഡയമെൻഷണൽ റെപ്രസെൻറ്റേഷൻ ഓഫ് എർത്ത് എന്ന് പറയുന്നു. പക്ഷേ ഗ്ലോബിലാവുമ്പോൾ ആ ഒരു ഏരിയയും ആ ഷേപ്പും ഡയറക്ഷനും എല്ലാം കറക്റ്റായിട്ട് കാണിക്കാൻ പറ്റും. അത് 3 ഡയമെൻഷണൽ റെപ്രസെൻറ്റേഷൻ ഓഫ് എർത്ത് ആണ്. അപ്പോൾ 2 ഡയമെൻഷണൽ റെപ്രസെൻറ്റേഷൻ ഓഫ് എർത്ത് അല്ലെങ്കിൽ എർത്ത് ഓൺ എ ഫ്ലാറ്റ് സർഫസ് ആണ് മാപ്പ്. ഗ്ലോബ് എന്ന് പറയുമ്പോൾ ദ ട്രൂ റെപ്രസെൻറ്റേഷൻ ഓഫ് എർത്ത് ആൻഡ് 3 ഡയമെൻഷണൽ റെപ്രസെൻറ്റേഷൻ ഓഫ് എർത്ത് ആണ്. Second one, the map that represent natural features of earth is known as. എർത്തിലെ നാച്ചുറൽ ഫീച്ചേഴ്സ് മാത്രം കാണിക്കുന്ന മാപ്പുകൾക്ക് പറയുന്ന പേര്. ഓപ്ഷൻസ്: കൾച്ചറൽ മാപ്പ്, ഫിസിക്കൽ മാപ്പ്, വാൾ മാപ്പ്, അറ്റ്ലസ് മാപ്പ്. ആൻസർ ഓപ്ഷൻ ബി ആണ്, ഫിസിക്കൽ മാപ്പ് ആണ്. ഫിസിക്കൽ മാപ്പ് എന്ന് പറയുമ്പോൾ ഫിസിക്കൽ ഫീച്ചേഴ്സ് ഓഫ് എർത്ത് അല്ലെങ്കിൽ നാച്ചുറൽ ഫീച്ചേഴ്സ് ഓഫ് എർത്ത് ലൈക്ക് മൗണ്ടൻ, പ്ലെയിൻ, പ്ലേറ്റോസ്, റിവേഴ്സ്, നാച്ചുറൽ വെജിറ്റേഷൻ, ഫോറസ്റ്റ് ഇങ്ങനെയുള്ള നാച്ചുറൽ ഫീച്ചേഴ്സിനെ റെപ്രസെൻറ്റ് ചെയ്യുന്ന മാപ്പിന് പറയുന്ന പേരാണ് ഫിസിക്കൽ മാപ്പ്. On the basis of function, maps are classified into 2 types, physical map and കൾച്ചറൽ മാപ്പ്. അപ്പോൾ ഫിസിക്കൽ മാപ്പ് നമ്മൾ പറഞ്ഞു കഴിഞ്ഞു. നാച്ചുറൽ ഫീച്ചേഴ്സിനെ അതായത് ഫിസിക്കൽ ഫീച്ചേഴ്സിനെ മാത്രം കാണിക്കുന്നതാണ് ഫിസിക്കൽ മാപ്പ് അല്ലെങ്കിൽ നാച്ചുറൽ മാപ്പ്. നാച്ചുറൽ ഫീച്ചേഴ്സിനെ കാണിക്കുന്നത് ക്ലൈമറ്റ്, സോയിൽ, നാച്ചുറൽ വെജിറ്റേഷൻ, ടോപ്പോഗ്രഫി ഇതെല്ലാം തന്നെ ഫിസിക്കൽ മാപ്പിൽ വരുന്നതാണ്. അടുത്തത് കൾച്ചറൽ മാപ്പ്. കൾച്ചറൽ മാപ്പ് എന്ന് വെച്ചാൽ റെപ്രസെൻറ്റിങ് മാൻമെയ്ഡ് ഫീച്ചേഴ്സ് ആണ്. അഗ്രികൾച്ചറൽ ഫീൽഡിനെ അല്ലെങ്കിൽ ഇൻഡസ്ട്രിയൽ ലൊക്കേഷൻസ് കാണിക്കുന്നത്, പോപ്പുലേഷൻ, പൊളിറ്റിക്കൽ ബൗണ്ടറീസ് ഇങ്ങനെയൊക്കെയുള്ള മാൻമെയ്ഡ് ഫീച്ചേഴ്സിനെ കാണിക്കുന്ന മാപ്പുകൾക്ക് പറയുന്ന പേരാണ് കൾച്ചറൽ മാപ്പ്. അപ്പോൾ ഫംഗ്ഷന്റെ അടിസ്ഥാനത്തിലാണ് മാപ്സിനെ ഫിസിക്കൽ മാപ്പ് എന്നും കൾച്ചറൽ മാപ്പ് എന്നും ക്ലാസിഫൈ ചെയ്യുന്നത്. നെക്സ്റ്റ് വൺ, the map representing detailed information about a small area is known as. ഒരു സ്മോൾ ഏരിയയെ കുറിച്ചുള്ള ഇൻഫർമേഷൻ കാണിക്കുന്ന മാപ്പ് ഏതാണ്? സ്മോൾ സ്കെയിൽ മാപ്പ്, കൾച്ചറൽ മാപ്പ്, ലാർജ് സ്കെയിൽ മാപ്പ്, ഫിസിക്കൽ മാപ്പ്. ഒരു ചെറിയ ഏരിയയെക്കുറിച്ച്, അപ്പോൾ ഒരു ചെറിയ ഏരിയയെക്കുറിച്ച് മാത്രം കാണിക്കുന്ന ഒരു മാപ്പ് ആകുമ്പോൾ വൈഡ് ആയിട്ടുള്ള ഇൻഫർമേഷൻ ആയിരിക്കും നമുക്ക് അതിൽ നിന്ന് ലഭിക്കുന്നത്. അപ്പോൾ സ്മോൾ ഏരിയ കാണിക്കുന്നത് ലാർജ് സ്കെയിൽ മാപ്പാണ്. അപ്പോൾ ഇവിടെ ആ വേർഡ് തമ്മിൽ തിരിഞ്ഞു പോകരുത്. സ്മോൾ ഏരിയ എന്ന് പറയുമ്പോൾ തന്നെ നമ്മൾ സ്മോൾ സ്കെയിൽ എന്ന് മനസ്സിൽ വിചാരിക്കും. അപ്പോൾ ചിന്തിക്കുക, സ്മോൾ ഏരിയ എന്ന് പറയുമ്പോൾ ഡീറ്റെയിൽഡ് ആയിട്ടുള്ള ഇൻഫർമേഷൻ ആയിരിക്കും, അതായത് ലാർജ് ഡീറ്റെയിൽസ് ആയിരിക്കും സ്മോൾ ഏരിയയിൽ കാണിക്കുന്നത്. ഇപ്പം നമ്മൾ ഒരു മാപ്പിൽ ഒരു വേൾഡിനെ കാണിക്കുന്നു, അതുപോലെ നമ്മുടെ കേരളത്തെയും കാണിക്കുന്നു. അപ്പോൾ ഇതിൽ ഏതിലായിരിക്കും നമുക്ക് കൂടുതലായിട്ടുള്ള ഇൻഫർമേഷൻ ഉൾപ്പെടുത്താൻ കഴിയുന്നത്? വേൾഡിലെ മൊത്തം കാണിക്കുമ്പോൾ നമുക്ക് ആകെ കാണിക്കാൻ പറ്റുന്നത് രാജ്യങ്ങളെ മാത്രമാണ്. പക്ഷെ കേരളത്തിൻ്റെ മാത്രം ഒരു മാപ്പ് എടുക്കുകയാണെങ്കിൽ നമുക്ക് അതിൻ്റെ ഫിസിയോഗ്രഫിയും അതോടൊപ്പം തന്നെ ബൗണ്ടറീസ്
ഡിസ്ട്രിക്റ്റിൻ്റെ ബൗണ്ടറീസും എല്ലാം ഉൾപ്പെടുത്തി ചെറിയ ചെറിയ പട്ടണങ്ങളെയും വരെ ഉൾപ്പെടുത്തി നമുക്ക് കേരളത്തെ കാണിക്കാൻ പറ്റും. അപ്പോൾ സ്മോൾ ഏരിയ എന്ന് പറയുമ്പോൾ ലാർജ് ഡീറ്റെയിൽസ് ആണ്, അതാണ് ലാർജ് സ്കെയിൽ മാപ്പ്. സ്മോൾ ഏരിയ എന്ന് പറയുമ്പോൾ ലാർജ് സ്കെയിൽ മാപ്പാണ്. ആൻസർ ഓപ്ഷൻ സി ആണ്. സ്മോൾ ഏരിയ കാണിക്കുന്നത് ലാർജ് സ്കെയിൽ മാപ്പാണ്. അപ്പോൾ സ്കെയിലിൻ്റെ അടിസ്ഥാനത്തിലാണ് മാപ്പിനെ ലാർജ് സ്കെയിൽ മാപ്പ് എന്നും സ്മോൾ സ്കെയിൽ മാപ്പ് എന്നും ക്ലാസിഫൈ ചെയ്യുന്നത്. ലാർജ് സ്കെയിൽ മാപ്പ് എന്ന് പറയുമ്പോൾ നമ്മൾ പറഞ്ഞു സ്മോൾ ഏരിയ ആയിരിക്കും, ഗ്രേറ്റർ ഡീറ്റെയിൽ ആയിരിക്കും. അപ്പോൾ ആ ലാർജ് എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത് ലാർജ് ഡീറ്റെയിൽസ് ആണ്, ഏരിയ അല്ല. സ്മോൾ സ്കെയിൽ എന്ന് പറയുമ്പോൾ നേരെ ഓപ്പോസിറ്റ്, ഒരു വലിയ ഏരിയ ആയിരിക്കും കാണിക്കുന്നത്. സ്മോൾ സ്കെയിലിൽ ഒരു വലിയ ഏരിയ ആയിരിക്കും കാണിക്കുന്നത്, പക്ഷേ അതിനകത്ത് ഉൾക്കൊള്ളാൻ കഴിയുന്ന ഇൻഫർമേഷൻസ് വളരെ കുറവായിരിക്കും. അപ്പോൾ ഏറ്റവും പ്രധാനപ്പെട്ട ഇൻഫർമേഷൻസ് മാത്രം കാണിക്കുന്ന ഒരു വലിയ ഏരിയയുടെ മാപ്പിനെ നമ്മൾ പറയുന്നതാണ് സ്മോൾ സ്കെയിൽ മാപ്പ്. ഇവിടെ ഓൺ ദ ബേസിസ് ഓഫ് സ്കെയിൽ മാപ്സ് ആർ ക്ലാസിഫൈഡ് ഇൻറ്റു ലാർജ് സ്കെയിൽ മാപ്പ് ആൻഡ് സ്മോൾ സ്കെയിൽ മാപ്പ്. Next one, which among the following is an example of small scale map? സ്മോൾ സ്കെയിൽ മാപ്പിന് എക്സാമ്പിൾ ഏതാണെന്ന്. ഓപ്ഷൻസ്: കഡസ്ട്രൽ മാപ്പ്, വേൾഡ് മാപ്പ്, ടോപ്പോഗ്രാഫിക്കൽ മാപ്പ്, വില്ലേജ് മാപ്പ്. അപ്പോൾ നമ്മൾ പറഞ്ഞു സ്മോൾ സ്കെയിൽ മാപ്പ് എന്ന് പറയുമ്പോൾ സ്മോൾ സ്കെയിൽ എന്ന് ഉദ്ദേശിക്കുന്നത് സ്മോളർ ഡീറ്റെയിൽസ് ആണ്, ലാർജ് ഏരിയ. ഒരു ലാർജ് ഏരിയയിൽ സ്മോളർ ഡീറ്റെയിൽസ് വെച്ച് കാണിക്കുന്ന സ്മോൾ സ്കെയിൽ മാപ്പിന് ഉദാഹരണം ഏതാണെന്ന്. ഇവിടെ കഡസ്ട്രൽ മാപ്പ് എന്ന് പറഞ്ഞാൽ ഏതെങ്കിലും ഒരു ടൗണിനെ കുറിച്ച് മാത്രം കാണിക്കുന്നതാണ് കഡസ്ട്രൽ മാപ്പ്. ടോപ്പോഗ്രാഫിക്കൽ മാപ്പ് എന്ന് പറയുമ്പോൾ അതൊരു ലാർജ് സ്കെയിൽ മാപ്പാണ്. അതുപോലെ തന്നെ വില്ലേജ് എന്ന് പറയുമ്പോൾ ഒരു ചെറിയ ഏരിയ ആണ് കാണിക്കുന്നത്. പക്ഷേ വേൾഡ് മാപ്പ് ഒരു സ്മോൾ സ്കെയിൽ മാപ്പാണ്. വേൾഡ് മാപ്പ് ലാർജ് ഏരിയ വിത്ത് ഇമ്പോർട്ടൻറ്റ് ഡീറ്റെയിൽസ്, ഏറ്റവും പ്രധാനപ്പെട്ട ഇൻഫർമേഷൻസ് മാത്രം കാണിക്കുന്നത്, അതായത് വേൾഡ് മാപ്പാണ് സ്മോൾ സ്കെയിൽ മാപ്പിന് ഉദാഹരണം. ഇനി നമുക്ക് ഓരോന്നിനെ കുറിച്ചും ഉള്ള സ്മോൾ സ്കെയിലിൻ്റെയും ലാർജ് സ്കെയിലിൻ്റെയും എക്സാമ്പിൾസ് നോക്കാം, അതും പഠിച്ചോളുക. ഇവിടെ ആൻസർ ഓപ്ഷൻ സി ആണ്. സ്മോൾ സ്കെയിൽ മാപ്പിന് എക്സാമ്പിൾ ആണ് അറ്റ്ലസ് മാപ്പ് എന്ന് പറയുന്നത്. അറ്റ്ലസ് മാപ്പ് എന്ന് പറയുമ്പോൾ ഒരു ബുക്കാണ്. അറ്റ്ലസ് എന്ന് പറയുമ്പോൾ കുറേ മാപ്പുകളുടെ ഒരു ബുക്കിനെയാണ് നമ്മൾ അറ്റ്ലസ് മാപ്പ് എന്ന് പറയുന്നത്. അതിൽ കൂടുതലായിട്ടും വേൾഡ് മാപ്പ് അതുപോലെ തന്നെ കോണ്ടിനെൻസിനെയൊക്കെയാണ് കാണിക്കുന്നത്. പ്രധാനപ്പെട്ട ഓഷൻസ് ഇതെല്ലാം കൂടി ചേർന്നിട്ടുള്ള ബുക്കിനാണ് അറ്റ്ലസ് മാപ്സ് എന്ന് പറയുന്നത്. വേൾഡ് മാപ്പ് എന്ന് പറയുമ്പോൾ ഇതിൽ ഏതുമാവാം, വേൾഡ് മാപ്പ് ഏതുമാവാം. ഏറ്റവും പ്രധാനമായിട്ടും ഒരു വേൾഡിലെ അല്ലെങ്കിൽ ഇന്ത്യയുടെ അല്ലെങ്കിൽ ഏതെങ്കിലും ഒരു സംസ്ഥാനത്തിൻ്റെ ഇങ്ങനെയായിട്ട് മാത്രമായിരിക്കും വേൾഡ് മാപ്പുകളും ഉണ്ടാകാറുള്ളത്. ലാർജ് സ്കെയിൽ മാപ്പിന് എക്സാമ്പിൾസ് ആണ് കഡസ്ട്രൽ മാപ്പ്, ടോപ്പോഗ്രാഫിക്കൽ മാപ്പ്, വില്ലേജ് മാപ്പ്. കഡസ്ട്രൽ മാപ്പിനെ കുറിച്ചൊക്കെ നമ്മൾ ഇനി പഠിക്കുന്നുണ്ട്, അപ്പോൾ ഇത് പഠിച്ചോളുക. സ്മോൾ സ്കെയിൽ മാപ്പിന് എക്സാമ്പിൾ ആണ് അറ്റ്ലസ് മാപ്പ് ആൻഡ് വാൾ മാപ്പ്. ലാർജ് സ്കെയിൽ മാപ്പിന് എക്സാമ്പിൾസ് ആണ് കഡസ്ട്രൽ മാപ്പ്, ടോപ്പോഗ്രാഫിക്കൽ മാപ്പ്, വില്ലേജ് മാപ്പ്. ഇസ് ഇറ്റ് ക്ലിയർ? ഓക്കെ, ഇനി നെക്സ്റ്റ് ക്വസ്റ്റ്യനിലേക്ക് പോകാം. ഫിഫ്ത്ത് വൺ, the map that are prepared by the government agencies for revenue purpose is known as. ഗവൺമെൻറ് ഏജൻസീസ് പ്രിപ്പയർ ചെയ്യുന്ന മാപ്പ്, റവന്യൂ പർപ്പസിന് വേണ്ടിയിട്ട് ഗവൺമെൻറ് ഏജൻസീസ് പ്രിപ്പയർ ചെയ്യുന്ന മാപ്പ് ഏതാണ്? ഓപ്ഷൻസ്: ടോപ്പോഗ്രാഫിക്കൽ മാപ്പ്, കഡസ്ട്രൽ മാപ്പ്, അറ്റ്ലസ് മാപ്പ്, സ്റ്റാറ്റിസ്റ്റിക്കൽ മാപ്പ്. ഇവിടെ ടോപ്പോഗ്രാഫിക്കൽ മാപ്പും കഡസ്ട്രൽ മാപ്പും സ്റ്റാറ്റിസ്റ്റിക്കൽ മാപ്പും ഗവൺമെൻറ് ഏജൻസീസ് പ്രിപ്പയർ ചെയ്യുന്നുണ്ട്. റവന്യൂ പർപ്പസിന് വേണ്ടി പ്രിപ്പയർ ചെയ്യുന്ന മാപ്പ് കഡസ്ട്രൽ മാപ്പാണ്. ഏതെങ്കിലും ഒരു ടൗണിനെ കുറിച്ച് മാത്രമായിട്ട് ഒക്കെ കാണിക്കുന്നതാണ് കഡസ്ട്രൽ മാപ്പ് എന്ന് പറയുന്നത്. അതിൻ്റെ ഉദ്ദേശം റവന്യൂ പർപ്പസ് ആണ്. അപ്പോൾ വേർഡ് കഡസ്ട്രൽ ഇസ് ഡിറൈവ്ഡ് ഫ്രം ദ ഫ്രഞ്ച് വേർഡ് കഡസ്ട്രൽ. ഇറ്റ് മീൻസ് രജിസ്റ്റർ ഓഫ് ടെറിട്ടോറിയൽ പ്രോപ്പർട്ടി. ഒരു ടെറിട്ടോറിയൽ പ്രോപ്പർട്ടി രജിസ്റ്റർ ചെയ്ത് കാണിക്കുന്നതാണ് കഡസ്ട്രൽ മാപ്പ് എന്ന് പറയുന്നത്. അപ്പോൾ അതിൽ നിന്നാണ് കഡസ്ട്രൽ എന്ന വാക്ക് വന്നത്. They show the boundaries of landed properties, field, buildings, etc. These maps are used to assess land tax and to indicate the ownership. അപ്പോൾ ഏതെങ്കിലും ഒരു ടൗൺ ഏരിയയിൽ ഏതെങ്കിലും ഒരു ബിൽഡിങ്ങിൻ്റെ അല്ലെങ്കിൽ ഏതെങ്കിലും ഒരു പർട്ടിക്കുലർ ഫീൽഡിൻ്റെ ആ ഓണർ ഏതാണെന്ന്, ആ ഒരു പ്രോപ്പർട്ടീസിൻ്റെ ബൗണ്ടറി ഏതാണെന്നും എല്ലാം കാണിക്കുന്നുണ്ട് കഡസ്ട്രൽ മാപ്പിൽ. അപ്പോൾ ആ ഒരു ബൗണ്ടറി അസസ് ചെയ്ത് നമുക്ക് ലാൻഡിൻ്റെ
ടാക്സ് എത്രയാണെന്ന് കണ്ടുപിടിക്കാനും ഒക്കെ വേണ്ടിയിട്ടാണ് ഗവൺമെൻറ് ഏജൻസീസ് ഈ കഡസ്ട്രൽ മാപ്പ് പ്രിപ്പയർ ചെയ്യുന്നത്. അപ്പോൾ റവന്യൂ പർപ്പസിന് വേണ്ടിയിട്ട് ഗവൺമെൻറ് ഏജൻസീസ് പ്രിപ്പയർ ചെയ്യുന്ന മാപ്പാണ് കഡസ്ട്രൽ മാപ്പ്. അപ്പോൾ ഏതെങ്കിലും ഒരു ടൗണിനെ കാണിക്കുന്ന മാപ്പ് ഏതാണെന്ന് ചോദിച്ചാൽ നമുക്ക് കഡസ്ട്രൽ മാപ്പ് പറയാം. അതുപോലെ തന്നെ ലാൻഡഡ് പ്രോപ്പർട്ടീസിൻ്റെ ബൗണ്ടറീസ്, ഫീൽഡ്, ബിൽഡിങ്സ് ഇതിൻ്റെ എല്ലാം കാണിക്കുന്നത് കഡസ്ട്രൽ മാപ്പിലാണ്. ലാൻഡ് ടാക്സ് അസസ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് ഈ കഡസ്ട്രൽ മാപ്പ് ഉപയോഗിക്കുന്നത്. Next one, the map that showing the natural features with cultural element is known as. Options: topographical map, geological map, physical map, all the above. അപ്പോൾ നമ്മൾ നാച്ചുറൽ ഫീച്ചേഴ്സിനെ മാത്രം കാണിക്കുന്നത് ഫിസിക്കൽ മാപ്പ് എന്നും കൾച്ചറൽ എലമെന്റ്സ് അല്ലെങ്കിൽ മാൻമെയ്ഡ് ഫീച്ചേഴ്സിനെ കാണിക്കുന്നത് കൾച്ചറൽ മാപ്പ് എന്നും പഠിച്ചു. അപ്പോൾ ഇവിടെ ക്വസ്റ്റ്യൻ നാച്ചുറൽ ഫീച്ചേഴ്സും അതോടൊപ്പം തന്നെ കൾച്ചറൽ ഫീച്ചേഴ്സും കൂടി കാണിക്കുന്ന മാപ്പ് ഏതാണെന്നാണ്. ആൻസർ ഓപ്ഷൻ എ ആണ്, ടോപ്പോഗ്രാഫിക്കൽ മാപ്പാണ്. ടോപ്പോഗ്രാഫിക്കൽ മാപ്പും ഗവൺമെൻറ് തന്നെയാണ് പ്രിപ്പയർ ചെയ്യുന്നത്. അപ്പോൾ അതിനകത്ത് നാച്ചുറൽ ഫീച്ചേഴ്സും അതോടൊപ്പം തന്നെ കൾച്ചറൽ ഫീച്ചേഴ്സും കാണിക്കുന്നുണ്ട്. അത് ജോഗ്രഫേഴ്സിനാണ് ഏറ്റവും കൂടുതൽ പ്രയോജനപ്പെടുന്നത്. മിലിറ്ററി എക്സ്പേർട്സും ടോപ്പോഗ്രാഫിക്കൽ മാപ്പ് യൂസ് ചെയ്യുന്നുണ്ട്. അപ്പോൾ ഈ ടോപ്പോഗ്രാഫിക്കൽ മാപ്പിൽ തന്നെ നമുക്ക് ഓരോ പ്രദേശത്തിൻ്റെയും ഉയരവും അവിടുത്തെ വാട്ടർ ബോഡീസും അതുപോലെ തന്നെ അവിടുത്തെ ഓരോ ലാൻഡഡ് പ്രോപ്പർട്ടീസും നമുക്ക് അറിയാൻ കഴിയുന്നുണ്ട്. ടോപ്പോഗ്രാഫിക്കൽ മാപ്പ് എന്ന് പറയുന്നത് ഒരു ലാർജ് സ്കെയിൽ മാപ്പാണ്. ഡീറ്റെയിൽഡ് ഇൻഫർമേഷൻ ആണ് ടോപ്പോഗ്രാഫിക്കൽ മാപ്പിൽ നിന്ന് നമുക്ക് ലഭിക്കുന്നത്. സർവേ ഓഫ് ഇന്ത്യയാണ് ടോപ്പോഗ്രാഫിക്കൽ മാപ്പ് പ്രിപ്പയർ ചെയ്യുന്നത്. ഇതിൻ്റെ ആസ്ഥാനം ഡെറാഡൂണിലാണ്. നമുക്ക് ടോപ്പോഗ്രാഫിക്കൽ മാപ്പിനെ കുറിച്ച് ഡീറ്റെയിൽഡ് ആയിട്ട് പഠിക്കാനുണ്ട്, നമ്മുടെ ടോപ്പിക്കിലും ഉള്ളതാണ്. അതിനെക്കുറിച്ച് നമുക്ക് ഇനിയൊരു ചാപ്റ്ററിൽ റിവൈസ് ചെയ്യാം. നമ്മൾ മാപ്സിൻ്റെ ക്ലാസിഫിക്കേഷൻ ഫംഗ്ഷൻ്റെ അടിസ്ഥാനത്തിലും സ്കെയിലിൻ്റെ അടിസ്ഥാനത്തിലും ഉള്ളത് പഠിച്ചു കഴിഞ്ഞു. ഇവിടെ എയിം ആൻഡ് ഒബ്ജക്റ്റീവിൻ്റെ അടിസ്ഥാനത്തിലുള്ള ക്ലാസിഫിക്കേഷനാണ്. നമ്മൾ മുന്നേ പഠിച്ചത് തന്നെ ഇതിലും ഉൾപ്പെടുന്നുണ്ട്. അപ്പോൾ എയിം ആൻഡ് ഒബ്ജക്റ്റീവ്സിൻ്റെ അടിസ്ഥാനത്തിൽ മാപ്പിനെ ഫിസിക്കൽ മാപ്പ്, കൾച്ചറൽ മാപ്പ്, പൊളിറ്റിക്കൽ മാപ്പ് അങ്ങനെ കുറേ എണ്ണമുണ്ട്. ഏറ്റവും പ്രധാനപ്പെട്ടത് മാത്രമേ ഞാനിവിടെ ഇൻഡിക്കേറ്റ് ചെയ്തിട്ടുള്ളൂ. അപ്പോൾ എയിം ആൻഡ് ഒബ്ജക്റ്റീവിൻ്റെ അടിസ്ഥാനത്തിലുള്ള ഫിസിക്കൽ മാപ്പ് നമ്മൾ പഠിച്ചതാണ്, നാച്ചുറൽ ഫീച്ചേഴ്സിനെ കാണിക്കുന്നതാണ്. കൾച്ചറൽ മാപ്പ് എന്ന് പറയുമ്പോൾ മാൻമെയ്ഡ് ഫീച്ചേഴ്സിനെ കാണിക്കുന്നു. പൊളിറ്റിക്കൽ മാപ്പ് എന്ന് പറയുമ്പോൾ പൊളിറ്റിക്കൽ ബൗണ്ടറീസും ഒക്കെ കാണിക്കുന്നതാണ്. അടുത്തത് ജിയോളജിക്കൽ മാപ്പ് എന്ന് പറയുമ്പോൾ ജിയോളജിക്കൽ ഫീച്ചേഴ്സ്, അതായത് റോക്ക് സ്ട്രക്ചർ ഇതൊക്കെ കാണിക്കുന്നതാണ് ജിയോളജിക്കൽ മാപ്പ്. വെതർ മാപ്പ് എന്ന് പറയുമ്പോൾ വെതർ ആൻഡ് ക്ലൈമറ്റ്, മെറ്റീരിയോളജിക്കൽ ഡിപ്പാർട്ട്മെന്റ് ആണ് കൂടുതലായിട്ടും വെതർ മാപ്പ് പ്രിപ്പയർ ചെയ്യുന്നത്. അടുത്ത ബാത്തിമെട്രിക് മാപ്പ് എന്ന് പറയുന്നത് അല്ലെങ്കിൽ നാവിഗേഷണൽ മാപ്പ് എന്ന് പറയുന്നുണ്ട്. ബാത്തിമെട്രിക് മാപ്പ് ഓർ നാവിഗേഷണൽ മാപ്പാണ്. അത് ഓഷൻ ഫ്ലോറിന്റെ ആ ഒരു റിലീഫിനെ കാണിക്കുന്നു. നമ്മൾ ഫിസിക്കൽ മാപ്പിൽ നാച്ചുറൽ ഫീച്ചേഴ്സ് കാണിക്കുന്ന മൗണ്ടൻ പ്ലെയിൻസ് ഒക്കെ നമ്മുടെ എർത്തിൽ ഉള്ളതാണ്, ലാൻഡിൽ ഉള്ളതാണ്. അപ്പോൾ അതുപോലെ തന്നെ സീയിലുള്ള ആ ഒരു റിലീഫ് ഫീച്ചേഴ്സിനെയൊക്കെ കാണിക്കുന്ന മാപ്പിനെയാണ് ബാത്തിമെട്രിക് മാപ്പ് എന്ന് പറയുന്നത്. അതിനെ തന്നെയാണ് നമ്മൾ നാവിഗേഷണൽ മാപ്പ് എന്നും പറയുന്നത്. എയറോനോട്ടിക്കൽ മാപ്സ് ഉണ്ട്. അത് ഫിസിയോഗ്രാഫിക്കൽ ഫീച്ചേഴ്സ് ഓഫ് ലാൻഡ്, എയർവേസ്, എയർപോർട്ട് ഇതൊക്കെയാണ് എയറോനോട്ടിക്കൽ മാപ്പിൽ കാണിക്കുന്നത്. ഇത് ശരിക്കും പൈലറ്റ്സ് ഒക്കെയാണ് കൂടുതലായിട്ട് ഇത് ഉപയോഗിക്കുന്നത്. ടൗൺ മാപ്പ് എന്ന് പറയുമ്പോൾ ഏതെങ്കിലും ഒരു ടൗണിനെ മാത്രമായിട്ട് കാണിക്കുന്നത്. ഇതൊക്കെയാണ് എയിം ആൻഡ് ഒബ്ജക്റ്റീവിന്റെ അടിസ്ഥാനത്തിലുള്ള മാപ്പ് ക്ലാസിഫിക്കേഷൻ. നെക്സ്റ്റ് വൺ, which of the following method is used to show the scale of a map? ഒരു മാപ്പിന്റെ സ്കെയിൽ കാണിക്കാൻ ഉപയോഗിക്കുന്നത് താഴെ പറയുന്നതിൽ ഏതൊക്കെ ഫീച്ചേഴ്സ് ആണ്? ബൈ സ്റ്റേറ്റ്മെന്റ്, റെപ്രസെന്റേറ്റീവ് ഫ്രാക്ഷൻ, ലീനിയർ മെത്തേഡ്, ഓൾ ദി എബോവ്. അപ്പോൾ ഒരു സ്കെയിൽ ഓഫ് മാപ്പ് എന്ന് പറയുമ്പോൾ നമ്മളിപ്പോൾ ഒരു വേൾഡിനെ ഒരു മാപ്പിലോട്ട് മാറ്റുന്നു. അപ്പോൾ ആ വേൾഡിനെ മൊത്തത്തിൽ നമുക്ക് മാപ്പാക്കാൻ പറ്റുമോ? അത്രയും വലിപ്പത്തിൽ നമുക്ക് പറ്റുമോ? ഒരിക്കലും ഇല്ല. ഏതെങ്കിലും ഒരു ചെറിയ ഒരു പേപ്പറിലാണ് നമ്മളൊരു വേൾഡിനെ മൊത്തം കാണിക്കുന്നത്. അപ്പോൾ ഒരു എത്രയോ 10,000 കിലോമീറ്റർ ഉള്ള ഒരു വേൾഡിനെയാണ് നമ്മൾ ആകെ ഒരു A4 സൈസ് ഷീറ്റിലോട്ട് മാറ്റുന്നത്. അപ്പോൾ ഒരു പ്രൊപ്പോർഷൻ്റെ അടിസ്ഥാനത്തിലാണ്. ഇപ്പോൾ ഇല്ലെങ്കിൽ ഒരു കേരളത്തെ മാത്രം കാണിക്കുമ്പോൾ കേരളത്തിലെ ഒരു 100 കിലോമീറ്റർ ആണ് നമ്മുടെ ഈ മാപ്പിൽ 1 സെൻറ്റിമീറ്റർ എന്ന് വിചാരിക്കുക. അപ്പോൾ ആ ഒരു റേഷ്യോ ഉണ്ട്, അതിനെയാണ് നമ്മൾ സ്കെയിൽ എന്ന് പറയുന്നത്. അപ്പോൾ സ്കെയിലിനെ ഒരു മാപ്പിൽ കാണിക്കുമ്പോൾ നിങ്ങൾ വേൾഡ് മാപ്പോ അല്ലെങ്കിൽ ഏതെങ്കിലും ഒരു മാപ്പ് വാങ്ങിക്കുമ്പോൾ അതിൻ്റെ താഴെ ചിലപ്പോൾ എഴുതിയേക്കും 1 സെൻറ്റിമീറ്റർ ടു 10 കിലോമീറ്റർ, ഇല്ലെങ്കിൽ ചിലപ്പോൾ ഒരു സ്കെയിലിൻ്റെ പടമായിരിക്കും കാണിച്ചേക്കുന്നത്, ഇല്ലെങ്കിൽ 1:6 എന്നോ ഇല്ലെങ്കിൽ 15 അങ്ങനെ എന്തെങ്കിലുമൊക്കെ
ഒരിതായിരിക്കും കാണിച്ചിരിക്കുന്നത്. അപ്പോൾ ഇതെല്ലാം തന്നെ സ്കെയിൽ ആണ്. അപ്പോൾ ഈ മെത്തേഡ്സ് എല്ലാം നമ്മൾ സ്കെയിൽ കാണിക്കാൻ വേണ്ടിയിട്ട് ഉപയോഗിക്കുന്നു, ഒരു മാപ്പിന്റെ സ്കെയിൽ കാണിക്കാൻ വേണ്ടിയിട്ട് ഉപയോഗിക്കുന്നു. അപ്പോൾ ദ മെത്തേഡ് യൂസ് ടു ഷോ ദ സ്കെയിൽ ഓഫ് മാപ്പ് ഇൻക്ലൂഡ് ബൈ എ സ്റ്റേറ്റ്മെന്റ് അല്ലെങ്കിൽ ബൈ റെപ്രസെന്റേറ്റീവ് ഫ്രാക്ഷൻ ബൈ ലീനിയർ സ്കെയിൽ. ഓൾ ദി എബോവ് ആണ് ഇവിടെ ആൻസർ. അപ്പോൾ സ്കെയിൽ എന്ന് പറഞ്ഞാൽ ഇസ് ദ റേഷ്യോ ബിറ്റ്വീൻ ഗ്രൗണ്ട് ഡിസ്റ്റൻസ് ആൻഡ് മാപ്പ് ഡിസ്റ്റൻസ് ആണ്. അപ്പോൾ അത് 3 രീതിയിൽ നമുക്ക് കാണിക്കാൻ പറ്റും. ഒന്നാമത്തെന്ന് പറഞ്ഞാൽ ബൈ എ സ്റ്റേറ്റ്മെന്റ് ആണ്. ഒരു സ്റ്റേറ്റ്മെന്റ് ആയിട്ട് അങ്ങ് എഴുതുക 1 സെന്റിമീറ്റർ ടു 10 കിലോമീറ്റർ. അപ്പോൾ അതിന്റെ അർത്ഥം 1 സെന്റിമീറ്റർ ഓൺ ദ മാപ്പ് റെപ്രസെന്റ് 10 കിലോമീറ്റർ ഓൺ ദ ഗ്രൗണ്ട് എന്നാണ്. അപ്പോൾ സ്റ്റേറ്റ്മെന്റിൽ 1 സെന്റിമീറ്റർ ടു 10 കിലോമീറ്റർ എന്ന് പറഞ്ഞിരുന്നു. അപ്പോൾ 1 എന്ന് പറയുന്നത് ആ മാപ്പിൽ എത്രയാണ്, മാപ്പിൽ കാണിക്കുന്ന 1 സെന്റിമീറ്റർ ഗ്രൗണ്ടിൽ 10 കിലോമീറ്ററിനെ കാണിക്കുന്നു. അങ്ങനെ ഒരു സ്റ്റേറ്റ്മെന്റ് ആയിട്ട് എഴുതാം. രണ്ടാമത് പറഞ്ഞ ഒരു ലീനിയർ സ്കെയിലാണ്. ലീനിയർ അല്ലെങ്കിൽ ഗ്രാഫിക്കൽ സ്കെയിൽ എന്ന് പറഞ്ഞാൽ എ സ്ട്രേറ്റ് ലൈൻ ഈസ് ഡിവൈഡഡ് ഇൻ എ നമ്പർ ഓഫ് ഈക്വൽ പാർട്സ് ആൻഡ് ഈസ് മാർക്ക് ടു ഷോ വാട്ട് ദീസ് ഡിവിഷൻസ് റെപ്രസെന്റ് ഓൺ ആക്ച്വൽ ഗ്രൗണ്ട്. അപ്പോൾ ഒരു സ്കെയിലിന്റെ ഇതിലിങ്ങനെ വരച്ചിട്ട് ഒരു സ്ട്രേറ്റ് ലൈൻ വരച്ചിട്ട് അതിനെ ഡിവൈഡ് ചെയ്തിട്ട് ഓരോ ഡിവിഷനും എത്രയാണ് ഗ്രൗണ്ടിലെ ഡിസ്റ്റൻസ് എത്രയാണ് കാണിക്കുന്നത്. മാപ്പിലെ ഡിസ്റ്റൻസ് ആയിരിക്കും ആ സ്കെയിലിന്റെ അളവ്. അപ്പോൾ അതിൽ ഗ്രൗണ്ടിൽ എത്ര ഡിസ്റ്റൻസിനെയാണെന്ന് കാണിക്കുന്നതെന്ന് അതിൽ ഡെപിക്റ്റ് ചെയ്തിരിക്കും. അപ്പോൾ അതിനെയാണ് ലീനിയർ സ്കെയിൽ അല്ലെങ്കിൽ ഗ്രാഫിക്കൽ സ്കെയിൽ എന്ന് പറയുന്നത്, ആ ഒരു സ്കെയിലിന്റെ പടം വരച്ച് ഉള്ളത്. മൂന്നാമത്തെ രീതിയാണ് റെപ്രസെന്റേറ്റീവ് ഫ്രാക്ഷൻ, RF എന്ന് പറയും. അപ്പോൾ ആ റെപ്രസെന്റേറ്റീവ് ഫ്രാക്ഷൻ കാണിക്കുന്നത് വെച്ചാൽ ഒരു ഫ്രാക്ഷണൽ ഫോമിലാണ് 1:2 അല്ലെങ്കിൽ 1/, അങ്ങനെ കാണിക്കുന്നത്. അപ്പോൾ ഈ ന്യൂമറേറ്റർ എപ്പോഴും 1 ആയിരിക്കും. 1:2 എന്നായിരിക്കും അതിന്റെ ന്യൂമറേറ്റർ, എപ്പോഴും 1 ആയിരിക്കും. അതുപോലെ തന്നെ ന്യൂമറേറ്ററും ഡിനോമിനേറ്ററും ഒരേ യൂണിറ്റിലായിരിക്കും. അപ്പോൾ ന്യൂമറേറ്റർ 1 സെന്റിമീറ്റർ ആണെങ്കിൽ ഡിനോമിനേറ്ററും 1 സെന്റിമീറ്റർ എന്നായിരിക്കും. അല്ല 1 ഇഞ്ച് ആണെങ്കിൽ ഡിനോമിനേറ്ററും നമ്മൾ ഇഞ്ച് എന്ന് തന്നെ വായിക്കണം. അപ്പോൾ എക്സാമ്പിൾ RF കാണിച്ചേക്കുന്നത് 1:50,000 എന്നാണെങ്കിൽ അതിന്റെ അർത്ഥം 1 യൂണിറ്റ് ഓൺ ദ മാപ്പ് റെപ്രസെന്റ് 50,000 സെയിം യൂണിറ്റ് ഓൺ ദ ഗ്രൗണ്ട്. അപ്പോൾ 1 സെന്റിമീറ്റർ ഓൺ ദ മാപ്പ് ആണെങ്കിൽ 50,000 സെന്റിമീറ്റർ ഓൺ ദ ഗ്രൗണ്ട്. അല്ല 1 ഇഞ്ച് ഓൺ ദ മാപ്പ് ആണെങ്കിൽ 50,000 ഇഞ്ച് ഓൺ ദ ഗ്രൗണ്ട്. അങ്ങനെ RF കാണിക്കുമ്പോൾ എപ്പോഴും 1:2 അല്ലെങ്കിൽ 1/, എന്ന് പറഞ്ഞിട്ടായിരിക്കും കാണിക്കുന്നത്. ആ ന്യൂമറേറ്റർ എപ്പോഴും 1 ആയിരിക്കും, ന്യൂമറേറ്ററും ഡിനോമിനേറ്ററും ഒരേ യൂണിറ്റിലും ആയിരിക്കും. അപ്പോൾ ഈ 3 രീതിയിലാണ് ഒരു സ്കെയിലിനെ കാണിക്കുന്നത്. സ്റ്റേറ്റ്മെന്റ് സ്കെയിലുണ്ട്, ലീനിയർ ഓർ ഗ്രാഫിക്കൽ സ്കെയിലുണ്ട്, മൂന്നാമത്തത് റെപ്രസെന്റേറ്റീവ് ഫ്രാക്ഷനും ഉണ്ട്. Next question. Which among the following is included in metric system of unit? മെട്രിക് സിസ്റ്റം ഓഫ് യൂണിറ്റിൽ ഉൾപ്പെടുന്നത് താഴെ പറയുന്നതിൽ ഏതാണ്? ഓപ്ഷൻസ് മീറ്റർ, മൈൽ, ഇഞ്ച്, ഫല്ലോ. മെട്രിക് സിസ്റ്റം എന്ന് പറയുമ്പോൾ ഇന്ത്യയുടെ യൂണിറ്റ് ആണ്, അത് മീറ്റർ ആണ്. സെന്റിമീറ്റർ, മീറ്റർ, കിലോമീറ്റർ ഇതൊക്കെയാണ് മെട്രിക് സിസ്റ്റത്തിൽ വരുന്നത്. അപ്പോൾ ഒരു ബ്രിട്ടീഷ് റൂൾ സമയത്താണ് മൈല്, ഇഞ്ച്, ഫല്ലോങ് അതൊക്കെയാണ് യൂസ് ചെയ്തുകൊണ്ടിരുന്നത്. അതിനുശേഷം ബ്രിട്ടീഷുകാരുടെ തിരിച്ചുപോക്കിന് ശേഷം നമ്മൾ നമ്മുടേതായ യൂണിറ്റ് സിസ്റ്റം ഉപയോഗിച്ചു, മീറ്റർ, സെന്റിമീറ്റർ, കിലോമീറ്റർ എന്നിങ്ങനെയുള്ളത്. അപ്പോൾ മെട്രിക് സിസ്റ്റത്തിൽ വരുന്നത് സെന്റിമീറ്റർ, മീറ്റർ, കിലോമീറ്റർ ഇതൊക്കെയാണ്. ബ്രിട്ടീഷ് സിസ്റ്റത്തിൽ ഇഞ്ച്, ഫല്ലോങ്, മൈല്. അപ്പോൾ ഇത് നമ്മൾ ഡിസ്റ്റൻസിന്റെ കാര്യം മാത്രമാണ് പറയുന്നത്. The survey for the preparation of a map started by. ഒരു മാപ്പ് പ്രിപ്പറേഷന് വേണ്ടിയിട്ട് മാത്രമായിട്ട് ഒരു സർവേ തുടങ്ങിയത് ആരാണ്? ഓപ്ഷൻസ് ജോർജ് എവറസ്റ്റ്, ഹെക്കറ്റിയസ്, വില്യം ലാംപ്ടൺ, അരിസ്റ്റോട്ടിൽ. മാപ്പ് പ്രിപ്പയർ ചെയ്യാൻ വേണ്ടിയിട്ട് സർവേ സ്റ്റാർട്ട് ചെയ്തത് വില്യം ലാംപ്ടൺ ആണ്. വില്യം ലാംപ്ടൺ അത് തുടങ്ങി വെച്ചു, ആ ഒരു സർവേ തുടങ്ങി വെച്ചത്, അതിൽ കംപ്ലീറ്റ് ചെയ്തത് ജോർജ് എവറസ്റ്റ് ആണ്. ലാസ്റ്റ് ക്വസ്റ്റ്യൻ. വിച്ച് ഓഫ് ദ ഫോളോവിങ് ആർ എസെൻഷ്യൽ ഫോർ റീഡിങ് എ മാപ്പ്? ഒരു മാപ്പ് റീഡ് ചെയ്യാൻ, ഒരു മാപ്പിൽ നിന്നുള്ള ഇൻഫർമേഷൻ നമുക്ക് ലഭിക്കുന്നതിന് ഏറ്റവും എസെൻഷ്യൽ ആയിട്ട് ആ മാപ്പിൽ ഉണ്ടായിരിക്കേണ്ടത് എന്തൊക്കെയാണ്? സ്കെയില്, ഡയറക്ഷൻ, ഇൻഡെക്സ്, ഏരിയ. ഓപ്ഷൻസ് പറയുന്നത് സ്കെയിൽ ആൻഡ് ഡയറക്ഷൻ, സ്കെയിൽ, ഡയറക്ഷൻ ആൻഡ് ഇൻഡെക്സ്, സ്കെയിൽ ആൻഡ് ഇൻഡെക്സ്, ഇവ എല്ലാം. അപ്പം ആൻസർ ഓപ്ഷൻ ബി ആണ്, സ്കെയിലും ഡയറക്ഷനും ഇൻഡെക്സും. അപ്പോൾ ഒരു ഏരിയ ആ മാപ്പിൽ കാണിക്കുന്നത് എത്ര ഏരിയ ആണ് എന്നുള്ളത് അതിൽ പറയേണ്ട കാര്യമില്ല. ആ സ്കെയിൽ തന്നേക്കുകയാണെങ്കിൽ മാപ്പ് ഡിസ്റ്റൻസ് ഗ്രൗണ്ടിൽ എത്ര ഡിസ്റ്റൻസിനെയാണ് കാണിക്കുന്നത് എന്ന് തന്നിരുന്നാൽ നമുക്ക് ഏരിയ കണ്ടുപിടിക്കാവുന്നതേ ഉള്ളൂ.
അപ്പോൾ ഒരു സ്കെയിൽ എപ്പോഴും തന്നിരിക്കണം. അതുപോലെ തന്നെ ഡയറക്ഷൻസ്, ഏത് ഡയറക്ഷനിലാണ് അതിൻ്റെ ലൊക്കേഷൻ എന്നുള്ളത് അറിഞ്ഞിരിക്കണം. നോർത്ത്, സൗത്ത്, ഈസ്റ്റ്, വെസ്റ്റ്, ഇങ്ങനെയാണ് ഏറ്റവും പ്രധാനപ്പെട്ട 4 ഡയറക്ഷൻസ്. പിന്നീട് നോർത്ത് ഈസ്റ്റ് ഉണ്ട്, സൗത്ത് ഈസ്റ്റ്, അതുപോലെ നോർത്ത് വെസ്റ്റ്, സൗത്ത് വെസ്റ്റ്, ഇങ്ങനെയുള്ള ഡയറക്ഷൻസ് ഉണ്ട് മാപ്പിൽ. അത് കൃത്യമായിട്ട് കാണിച്ചിരിക്കണം. പിന്നീട് ഇൻഡെക്സ്. ഇൻഡെക്സ് എന്ന് പറയുമ്പോൾ സൈൻസും സിമ്പിൾസും ഒക്കെയാണ് നമ്മൾ മാപ്പിൽ ഉപയോഗിക്കുന്നത്. ഏതെങ്കിലും ഒരു ടെമ്പിൾ, അല്ലെങ്കിൽ ഒരു ചർച്ച്, അല്ലെങ്കിൽ റോഡ്, ഇല്ലെങ്കിൽ റെയിൽവേ. അപ്പോൾ ഇവയെല്ലാം തന്നെ നമുക്ക് അതിൽ എഴുതി വെക്കാൻ സാധിക്കില്ല, മാപ്പിൽ എഴുതി വെക്കാൻ സാധിക്കില്ല. അതിന് പകരം സൈൻസ് ഇല്ലെങ്കിൽ സിമ്പിൾസോ ഒക്കെ ഉപയോഗിക്കും. എന്നിട്ട് ഏത് സൈൻ എന്തിനെയാണ് സൂചിപ്പിക്കുന്നത് എന്നുള്ളത് ഇൻഡെക്സിൽ കാണിച്ചിരിക്കും. അപ്പോൾ ഈ മൂന്നും, സ്കെയില്, ഡയറക്ഷൻ ആൻഡ് ഇൻഡെക്സ്, ഇവ മൂന്നും തന്നെ ഒരു മാപ്പ് റീഡിങ്ങിന് അത്യാവശ്യമാണ്. അപ്പോൾ ഉപകാരപ്പെട്ടു എന്ന് വിചാരിക്കുന്നു. താങ്ക്സ് ഫോർ വാച്ചിങ് ഫ്രണ്ട്സ്. നെക്സ്റ്റ് ഒരു വീഡിയോയുമായിട്ട് എത്താം.